ട്രിപ്പിൾ ഓം ശാന്തി. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വലിയൊരു സംഭവം തന്നെയാണ് ശരിക്കും ഈ ജ്ഞാനത്തിന്റെ ഗുഹ്യമായ രീതിയിലേക്ക് പോയിട്ട് ദിവ്യബുദ്ധി തെളിയാത്തവർക്ക്, ദിവ്യബുദ്ധി തെളിയിക്കാൻ താല്പര്യമില്ലാത്തവർക്ക്, ഒന്ന് ദിവ്യബുദ്ധി തെളിയൂല എന്ന് ഉറപ്പുള്ളവരുണ്ട്, അതേപോലെ ദിവ്യബുദ്ധി തെളിയിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ട്. ഈ രണ്ടു കൂട്ടർക്കും ഭയങ്കര കൺഫ്യൂഷനാണ്. പരമാത്മാവും അഷ്ടരത്നങ്ങളും ഒമ്പതിന്റെ രത്നങ്ങൾ, നവരത്നങ്ങൾക്ക് മൂല്യമുണ്ട്. അത് പരമാത്മാവും അഷ്ടരത്നങ്ങളാണ്. പിന്നെ 108, 16,108, 9,33 കോടി. ഈ തായ്തടി അത് കഴിഞ്ഞിട്ട് പിന്നെ ധർമാത്മാക്കൾ, മുഹമ്മദ് നബി, ഇബ്രാഹിം നബി, ക്രിസ്തു, ബുദ്ധൻ, ഗുരുനാനക്, അങ്ങനെ തുടങ്ങി താഴേക്ക് ഒരുപാട് ധർമാത്മാക്കൾ, ഒരുപാട്. ഇത് ഓട്ടോമാറ്റിക് വന്നോളും. പക്ഷെ വേര് 108ആണ്. 16,108 9 ലക്ഷം. ഈ 9 ലക്ഷം പേരാണ് വേരിൽ കിടക്കുന്നത്. പിന്നെയാണ് തായ്തടി. നല്ല റിസ്ക്കാണ് മനസ്സിലാക്കിയെടുക്കുന്നത്. കാരണം അതൊരു ഒറ്റ ആധാരമേ ഉള്ളൂ. ഇത് ബാബയെ ഓർമ്മിച്ച് മര്യാദ പുരുഷോത്തമനായതിന്റെ ആധാരം മാത്രം. സർവ്വ ആത്മാക്കളും പുരുഷാത്മാക്കളും. സ്ത്രീ ശരീരങ്ങളുണ്ട്, നിരവധി സ്ത്രീ ശരീരങ്ങളുണ്ട്. ബാബയുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതേ സ്ത്രീകളിലൂടെയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് പുരുഷ ആത്മാവാണ് എന്ന് ബോധത്തിലേക്ക് എത്തലാണ്. പറയാൻ രസമാണ്, ഞാനും പുരുഷാത്മാവാണ്, എല്ലാ കാര്യങ്ങളിലൂടെയും പുരുഷനെ പോലെ നടക്കാൻ ഒക്കെയാണ്. ബോധത്തിലേക്ക്, ദിവ്യ ബുദ്ധിയിലേക്ക് എത്തൽ. അതിന്റെ ആധാരത്തിലാണ് അവിടെ നാരായണനും ലക്ഷ്മി ഒക്കെ പുരുഷന്മാരിലും, പുരുഷ ശരീരമുള്ളവരിലും പുരുഷ ആത്മബോധത്തിലേക്ക്, പുരുഷാത്മബോധം, ആ ദിവ്യ ബുദ്ധിയിലേക്ക് എത്തുക. അല്ലെങ്കിൽ അതിനുള്ളൊരു പ്രാക്ടീസ്. ഞാൻ എത്രയോ കൽപ്പങ്ങളായിട്ടില്ല ഈ പാർട്ട് തന്നെയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ കോടി കൽപ്പങ്ങളായിട്ട് ഇതന്നെ പണി. അപ്പൊ ഇത് വളരെ സഹജമാണ്. എന്താണോ ഇന്നത്തെ പാർട്ട് അത് തന്നെയാണ് ഇന്നത്തെ പാർട്ടാവും. പക്ഷെ എനിക്ക് ഇന്നത്തെ ദിവസത്തെ പറ്റി കൃത്യമായിട്ട് അറിയോ? എട്ടും പൊട്ടും തിരിയാത്തവരാണ്. കാരണം ബുദ്ധിമായ പൂട്ടിയിട്ടുണ്ട്. പക്ഷെ എല്ലാം പ്രാലബ്ധം ഉണ്ടായിരുന്ന ഒരു സമയം സത്യയുഗമാണ്. സത്യയുഗത്തിലെല്ലാം അറിയോ? അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ അറിയുന്നത് ഈ ബ്രാഹ്മണൻ. ബ്രാഹ്മണന് സമ്പൂർണ്ണ ജ്ഞാനം ഉണ്ടോ? ബ്രാഹ്മണന് ജ്ഞാനം ബാബ വന്നു. പിന്നെ കടഞ്ഞെടുത്ത് ദിവ്യബുദ്ധി എത്തി സൈലന്റ് എത്തുമ്പോഴേ സമ്പൂർണ്ണ ജ്ഞാനി എന്ന് പറയാൻ പറ്റുള്ളൂ. സമ്പൂർണ്ണ ജ്ഞാനം പറഞ്ഞാല് ഒരു കുടം, ആ കുടത്തില് ഒരു കോയിനിട്ടിട്ട് കിടന്ന് കിളിക്കിയാൽ എങ്ങനെ ഉണ്ടാവും? കിടുകിടുകിടു. 2 കോയിനിട്ടാൽ എങ്ങനെ ഉണ്ടാവും? കുലുങ്ങി ഭയങ്കര ശബ്ദമായിരിക്കും. ഒരു 4-5 കോയിനിട്ടാലോ ഭയങ്കര ശബ്ദമായിരിക്കും. ഈ കുടത്തില് കോയിൻസ് ഫുള്ള് നിറയ്ക്കണം, എന്നിട്ട് കിടത്തി കുലുക്കുക. അപ്പൊ ശബ്ദം ഉണ്ടാവും. കോയം പുറത്തേക്ക് പോകാതെ കുടക്കം വായ മൂടി കെട്ടി കുടത്തിൽ ഫുൾ കോയിനാക്കുക, എന്നിട്ട് കുലുക്കുക. അതുപോലെ ആവണം ജ്ഞാനം. ഈ ജ്ഞാനം എന്ന് പറയുമ്പോൾ ബാബ തന്നിട്ടുള്ള ആത്മീയജ്ഞാനം. മറ്റ് ജ്ഞാനങ്ങൾ വേറെ അവിടെ കിടക്കുന്നുണ്ട്.
വേറെ അവിടെ കിടക്കുന്നുണ്ട്. അതിൽ ഇതുമായിട്ട് കണക്ട് ചെയ്യേണ്ടതായ ജ്ഞാനങ്ങളുണ്ട്, ഇതുമായിട്ട് കണക്ട് ചെയ്യേണ്ടതായ ജ്ഞാനമുണ്ട്. പക്ഷെ എല്ലാം കർമ്മത്തിന്റെ ആധാരത്തിൽ എല്ലാം ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നു. 1.33 കോടി സനാതനധർമ്മം, പിന്നെ ഇസ്ലാം ധർമ്മം, ക്രൈസ്റ്റ് ധർമ്മം, ബുദ്ധധർമ്മം, സന്യാസി ധർമ്മം, ഭക്തരുടെ പാർട്ട്, ഇത് മൊത്തത്തിൽ കണക്റ്റ് ആകും. പിന്നെ സയൻസ്, പ്യുവർ സയൻസ്. സയൻസ് വന്നിട്ട് ഇപ്പൊ എത്ര കാലമായി? ഇനി സത്യയുഗത്തിലേക്ക് വേണ്ട സയൻസ് മാത്രം എടുക്കണം, സത്യയുഗത്തിലേക്ക് വേണ്ടതായ കാര്യങ്ങൾ മാത്രം എടുക്കണം. നിയമങ്ങൾ, സത്യയുഗത്തിലേക്ക് വേണ്ടതായ നിയമങ്ങൾ ശ്രീമതനുസരിച്ച് നമ്മൾ പാലിച്ചു. പക്ഷെ അവിടെ അതിൻ്റെതായ രീതിയിൽ ഒരൊറ്റ ഭാഷ, ദേവനാഗരിക ഭാഷ, ആദി സനാതന ധർമാത്മാക്കൾക്ക് ദേവനാഗരിക ഭാഷ, അതിലേക്ക് വേണ്ട സിസ്റ്റം കൊണ്ടുവരണം. പിന്നെ ഒരു സങ്കല്പത്തിന്റെ ആധാരത്തിൽ ഒരു രാജ്യം ഭരിച്ചിരുന്ന രാജാവിന്റെ കാര്യങ്ങളിൽ, രാജ്യഭരണത്തിൽ പ്രജകൾ സന്തുഷ്ടരായിരുന്നു. മാവേലി വാണിൻ നാട് പറഞ്ഞ ആ ഒരു ഇതുണ്ടല്ലോ, മാവേലി വാണിരുന്ന കാലത്ത് പ്രജകളെല്ലാം സന്തുഷ്ടരായിരുന്നു. അതുപോലെ ശ്രീകൃഷ്ണൻ ലക്ഷ്മി നാരായണനായിട്ട് 1-1-1 ഭരിക്കുന്ന സമയത്ത് പ്രജകളെല്ലാം സന്തുഷ്ടരായിരുന്നു. അതിന്റെ മുന്നേ റിസൾട്ട് കൊടുക്കണം. ഇപ്പോഴത്തെ ഗവൺമെന്റ് മാറും, ഗവൺമെന്റ് മാറി ഗവൺമെന്റിന് ഇത് ഭരിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് എത്തുമ്പോൾ കുറച്ച് ടീം റിസൾട്ട് കൊടുക്കണം. ഇതാ ഇങ്ങനെയാണ് ഭരണം കാര്യങ്ങളൊക്കെ, ഇതിപ്പോ ഞങ്ങൾ ചെയ്തോളാം. ഇപ്പോഴത്തെ പഞ്ചായത്ത് രാജ് പോയിട്ട് രാഷ്ട്രപതി ഭരണം വരും. രാഷ്ട്രപതി ഭരണത്തിന് നമ്മൾ റിസൾട്ട് കൊടുക്കണം. ഞങ്ങളൊരു കൂട്ടര് കുറച്ച് പേര് ഇങ്ങനെ ജീവിച്ചു കൊള്ളണം. അവിടെ അതിന്റെ ഇടയിൽ പോയിട്ട് ഈ അൽക്കുലത്ത് പരിപാടികളുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പാരവയ്ക്കല്, അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം, അതുണ്ടാവില്ല. അവർ കൃത്യമായിട്ട് ആരാണോ നിയോഗിക്കപ്പെട്ടത് അവരനുസരിച്ച് അങ്ങനെ കറക്റ്റ് ട്രാക്കിൽ അവിടെ ഭരണവും ഭരിക്കപ്പെടുന്ന ആളും ഭരണത്തെ അനുസരിക്കുന്ന ആളുകളും വളരെ സ്നേഹത്തോടെ ആ ഒരു രീതിയിലേക്ക് എത്തുന്നു. ആ ഒരു പ്രോസസ്സ് ഇപ്പൊ ഈ 5000 വർഷം ഇങ്ങനെ ആവുമ്പോൾ നടക്കും. മറ്റവരെ കണക്കിൽ ഇനിയും ലക്ഷക്കണക്കിന് വർഷങ്ങളുണ്ട്, കോടിക്കണക്കിന് വർഷങ്ങളുണ്ട്. അത് ഇച്ചിരി കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഒരു റിയാലിറ്റിയെ ബോധ്യപ്പെടുത്തി കൊടുക്കുക നമ്മളുടെ കടമയാണ്. BKSന് ഈ 5000 വർഷത്തെ മനസ്സിലാക്കിയിട്ട് മന്ദബുദ്ധി കളിക്കുന്നവർ ചിലരുണ്ട്. അതായത് ആണ് എന്നൊക്കെ കേട്ടിട്ടും ചില കമന്റുകളൊക്കെ വരും, നിങ്ങൾക്ക് അങ്ങനെ മന്ദബുദ്ധിയായോ അല്ലെങ്കിൽ മാനസികമായോ. ഇത് ചോദിക്കുന്ന വ്യക്തികൾക്ക് സത്യം പറഞ്ഞാൽ അവർക്കേ ഇതിനെ പറ്റി അന്തം കൊണ്ടും ആയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാവാൻ പറ്റില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്നതുകൊണ്ട്, കാരണം അവരതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഞാനൊന്നും ആയിട്ടില്ല. പക്ഷെ ഇതിന്റെ ഒരു ഉറച്ച ദൃഢത എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഭഗവാനിലൊരു ദൃഢത. ബാക്കി പതുക്കെ ആവുള്ളൂ. ബാക്കി ഇതൊരു മാനസികാവസ്ഥ തന്നെയാണ്. ഈ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ സനാതന ധർമ്മത്തിലേക്കുള്ള മാനസികാവസ്ഥയാണ്. പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ അതിനെ ഉൾക്കൊണ്ട് ജീവിതവ്രതാക്കണവരുണ്ട്. അത് കുറച്ചു പേരുണ്ടാവും, കുറച്ചു പേരേ ഉള്ളൂ. പക്ഷെ അതിനെങ്ങനെ ഓപ്പോസിറ്റ് ക്വസ്റ്റ്യൻ ചെയ്യണതിന് ഒരു പ്രശ്നവുമില്ല. മാനസികല്ലേ, ആണ്, സത്യമാണ്, എല്ലാവർക്കും ഒരു മാനസികാവസ്ഥയാണ്.
സ്വയത്തിന്റെ മാനസികാവസ്ഥ എത്രത്തോളം സ്റ്റേൺ ആയിട്ടുണ്ട്, അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഞാൻ വേറൊരാളുടെ മാനസികാവസ്ഥ ചെക്ക് ചെയ്യേണ്ട ഒരാവശ്യം എനിക്കില്ല. എൻ്റെ മാനസികാവസ്ഥ, എൻ്റെ ബുദ്ധിയുടെ അവസ്ഥ അത് എത്രത്തോളം ആയി എന്നത് ഞാൻ ചെക്ക് ചെയ്യണം. മറ്റുള്ളവരുടെ ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് എത്രത്തോളം ഭംഗിയിൽ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നൊരു കാര്യത്തിലും ഞാൻ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതിന്റെ ആധാരത്തിലാണ് എനിക്ക് എൻ്റെ പാർട്ട് ആദിയിലായാലും ശരി, അന്ത്യത്തിൽ 33 കോടിയിലായാലും ശരി, ആദിയിൽ 9 ലക്ഷത്തിലായാലും ശരി, അത് എനിക്ക് അതിന്റെ ആധാരത്തിലാണ് കിട്ടും. ബ്രഹ്മാവിന് കിട്ടിയിട്ടുള്ളതും അതേ ആധാരത്തില്. ബ്രഹ്മാവ് ഇവിടെ പ്രത്യേകിച്ച് ഒരു മാജിക്കും ചെയ്തിട്ടില്ല. ബ്രഹ്മാവ് ഈ ജ്ഞാനം കിട്ടി 10-12 സന്യാസി ഗുരുക്കന്മാര് അവരുടെ കീഴിൽ ജീവിച്ചു പോരുന്നൊരു വ്യക്തിയായിരുന്നു. അവരുടെ ഉപദേശങ്ങളും കാര്യങ്ങളും കേട്ട് ജീവിച്ചു പോരുന്നൊരു വ്യക്തിയായിരുന്നു. ആ വ്യക്തി ഇങ്ങനൊരു ജ്ഞാനം കിട്ടിയപ്പോൾ, വളരെ ഗുഹ്യമായിട്ടുള്ള ഈശ്വരൻ വന്ന് ആ ഒരു ജ്ഞാനം കിട്ടിയപ്പോൾ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. പല വിധത്തിലുള്ള കൺഫ്യൂഷനും തീർത്തുകൊണ്ടാണ് ബ്രഹ്മാവിന്റെ സമ്പൂർണ്ണ സമ്പത്ത് മനസ്സാ വാചാ കർമ്മണം ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചു. എന്നിട്ട് അവസാനം ഹാർട്ട് അറ്റാക്കിന്റെ മരുന്ന് കഴിച്ചിട്ട് തന്നെയാണ് അങ്ങേരെ ശരീരം വിട്ടത്. സത്യം, അത് റിയാലിറ്റി. ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരണപ്പെടാൻ പാടില്ല എന്നെവിടെ നിയമമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് പോയി. സമ്പൂർണ്ണയെന്ന് ശിവബാബ പറഞ്ഞു. ഒരാൾക്കും കാണാൻ കഴിയുന്നവരുണ്ട്. അത് വളരെ കുറച്ചു പേർക്കാണ് സൂക്ഷ്മബോധനത്തിൽ പോകാനുള്ള പാർട്ടുള്ളത്. വളരെ കുറച്ചു പേർക്കാണ് സാക്ഷാത്കാരങ്ങൾ കിട്ടുന്നത്. അത് അത്രയും അതിതീവ്രമായിട്ടുള്ള ബാബയുടെ ഓർമ്മ, കർമ്മം, പിന്നെ അവരുടെ മുജ്ജന്മങ്ങളിലുള്ള തീവ്രമായ പ്രയത്നം, അതിതീവ്രമായ പ്രയത്നങ്ങൾ, ഇതിന്റെ റിസൾട്ടാണ് ഓരോരുത്തർക്കും കിട്ടുന്നത്. അതിന്റെ ആധാരം തന്നെയാണ് ജ്ഞാനം ഉപയോഗിച്ച് ദിവ്യബുദ്ധി തുറക്കല്. ദിവ്യബുദ്ധി തുറക്കുക എന്ന് പറഞ്ഞാല് ഇടയ്ക്കിടയ്ക്ക് ബ്രഹ്മകുമാരീസിൽ പ്രോഗ്രാം വെക്കുക, സാമ്പത്തികം കൂട്ടുക, വലിയ വലിയ മണിമാളികകൾ, മണ്ണിന്റെ കൊട്ടാരങ്ങൾ, ഇതെപ്പ തീപിടിക്കും, ഇത് കെട്ടിപ്പൊക്കുക, കാറ് വാങ്ങിക്കുക, വലിയ വലിയ സഭകൾ ഉണ്ടാക്കണം. പക്ഷെ അത് ഇന്നത്തെ സാഹചര്യം നോക്കിയിട്ട്, അതായത് ഇതൊക്കെ തീ പിടിക്കാൻ പോവാ, മണ്ണോട് മണ്ണാവാൻ പോവും. എല്ലാം ഒരുമിച്ചല്ല, ബേസ് ചെയ്ത് ഓരോന്നിനും ബേസ് ചെയ്ത്. അതിനിപ്പോ പാലക്കാട് സോണായാലും ശരി, തൃശ്ശൂര് സോണായാലും ശരി, എറണാകുളം സോണായാലും ശരി, ചെന്നൈ സോണായാലും ശരി, കോടിക്കണക്കിന് രൂപയ്ക്ക് കെട്ടിയ ഓരോരോ മണ്ണ് കൊട്ടാരങ്ങളും ഡ്രാമാനുസരണം ഉണ്ടോ, എല്ലാം കൂടെ ഒരുമിച്ചൊന്നും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴൊന്നുമില്ല. ഡ്രാമാനുസരണം, സമയാനുസരണം ഇടിഞ്ഞ് മണ്ണോട് ചേരും. അതിപ്പോ ഞാനിരിക്കുന്ന ഈ വീടും ചേരും, ആ വീടും ചേരും. ഏത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ കൊട്ടാരങ്ങളും തകർന്ന് തരിപ്പണമാവുക തന്നെ ചെയ്യും. അതൊന്നിച്ചല്ല, ഘട്ടം ഘട്ടമായിട്ട്. ഇത് ഡ്രാമ, ഓരോരുത്തരുടെ കർമ്മങ്ങൾ, ഏത് രീതിയിലെ കർമ്മത്തിന് അനുസരിച്ചാണോ നമ്മൾ ഓരോന്ന് കെട്ടിപ്പൊക്കിയിട്ടുള്ളത് അതിനനുസരിച്ച്. ഇപ്പൊ ഞാനിപ്പോ ഈ നിൽക്കുന്ന ഈ വീട് ഒരു മഴ പെയ്താൽ വെള്ളം കയറുന്ന വീട്. അത് കാരണം എന്താ? പരമ്പരാഗതമായി കിട്ടിപ്പോന്നിട്ടുള്ള ഒരു സമ്പത്താണ്. അപ്പൊ ഇതിങ്ങനെ വെള്ളം കയറാനായിട്ട് യോഗമുണ്ട്. ഇത് കർമ്മത്തിന്റെ ബേസാണ്. ഇതെന്താണോ ഇവരുടെ കർമ്മങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ട്. ഞാൻ ഉണ്ടാക്കിയ വീടേ അല്ല. ഞാൻ ഉണ്ടാക്കുന്ന ഒരു വീട് വെള്ളത്തിൽ മുങ്ങൂലേ? മുങ്ങും.
മുങ്ങും. അഗ്നി പിടിക്കൂലേ? പിടിക്കും. കാറ്റ് കൊണ്ടുപോകൂലേ? കൊണ്ടുപോകും. കർമ്മത്തിന്റെ ബേസിൽ. എന്റെ ശരീരത്തിന് എന്തെങ്കിലും സംഭവിക്കില്ല? സംഭവിക്കും. സംഭവിക്കും. പക്ക നശിക്കൂല? നശിക്കാനുള്ളതാണ്. ഈ ശരീരം നശിക്കാനുള്ളത്. കാണുന്ന കേൾക്കുന്നവരുടെ ശരീരങ്ങൾ നശിക്കാനുള്ളതാണ്. അസുഖം വരില്ല? വരും. പക്ഷെ ഈ ഒരു സമയത്ത് മാത്രമേ മറ്റേ സാധനം, ഈ വരുന്ന സാധനം ഉണ്ടല്ലോ, അത് തുറക്കാൻ പറ്റുള്ളൂ. അതിപ്പോ തുറക്കുന്നതിന്റെ ആധാരത്തില് ഞാൻ ഈ ഒരു 38 വയസ്സിൽ എനിക്ക് ഈ ഒരു കാര്യം കിട്ടിയെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബ്രഹ്മാവിനേക്കാളും മികച്ചതല്ലേ. ഇനി ഇതേ പ്രായത്തില്, ഇതിനേക്കാളും കുറഞ്ഞ പ്രായത്തില് ബ്രഹ്മാവിന്റെ ജ്ഞാനം കിട്ടിയവരൊക്കെ ബ്രഹ്മാവിനേക്കാളും മികച്ചവരല്ലേ. വാഹ് ബാബാ വാഹ്. കാരണം എന്താ? ബ്രഹ്മാവിന് ഒരു ജന്മം മുഴുവൻ സമ്പൂർണമായി 60 വയസ്സൊക്കെ ആവുന്ന സമയത്തല്ലേ ശിവബാബു വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കും. കാരണം അതിലെന്താ വെച്ചാൽ ഡ്രാമാനുസരണം അനുഭവമൂർത്തി ആവശ്യമാണ്. സംഭവമൊക്കെ ശരിയാണ്. ബ്രഹ്മാവ് പണ്ട് സിനിമ കാണാൻ പോയ കഥ ബാബ മുരളിയിൽ പറയുന്നുണ്ട്. ബ്രഹ്മാവിന് ആദ്യേ ജീവിതത്തില് സന്യാസിമാർക്കാണ് ഇഷ്ടം. പക്ഷെ ഒരു സിനിമയ്ക്ക് പോയി. ആ സിനിമയ്ക്ക് പോയതോടുകൂടി ഇങ്ങനെ കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളോ ബാക്കി കാര്യങ്ങളൊക്കെ ആവാൻ തീരുമാനിച്ചു. അങ്ങനെ പെട്ടതാ. ബാബ മുരളിയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കഥ വളരെ രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ സിനിമ കാണുന്നത് നമുക്ക് ആർക്കായാലും അപകടം. കാരണം കാഴ്ചകളാണ് മനസ്സിനെ ചഞ്ചലപ്പെടുത്തുക. നമ്മൾ എന്ത് കാഴ്ചകളാണോ കാണുന്നത് അതാണ് ചഞ്ചലപ്പെടുത്തുന്നത്. ഇന്ന് നല്ലൊരു ശതമാനം കേരളത്തിലൂടെ നടക്കുമ്പോഴും വലിയ വ്യവസായങ്ങളിൽ ഒന്ന് മെഡിക്കൽ സ്റ്റോറുകളാണ്. അതേപോലെ തന്നെ ഇന്ന് കൂടുതലായിട്ട് കാണുന്ന വലിയൊരു വ്യവസായമാണ് പല്ലിന്റെ ആശുപത്രികൾ, ചെറിയ ചെറിയ ക്ലിനിക്കുകൾ. പല്ല് കേട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ റൂട്ട് ഇംപ്ലാന്റ് ചെയ്യാൻ അങ്ങനെ പല പല ടെക്നോളജികളും ഏറ്റവും കൂടുതൽ നല്ലൊരു ശതമാനം കാണുന്നുണ്ട്. ഞാൻ ചെറിയ യാത്രകൾ ചെയ്തത്. എൻ്റെ ചെറുപ്പത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞാല് പല്ലുവേദന കൊണ്ട് ഞാൻ സഹിച്ചതിനൊരു പരിധിയുണ്ട്. അമാതിരി പല്ലുവേദന. അപ്പൊ പല്ല് ചെറുപ്പം മുതലേ ഏറ്റവും വീക്കായി. പിന്നെ പാൽപ്പല്ലുകൾ പലതും പോയി 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 പുതിയത് വന്നു. പക്ഷെ അണപ്പല്ലുകൾ ഓരോന്നിൽ വന്ന അപകടം, വലിയ വലിയ പൊത്തുകൾ, അത് പിന്നെ റൂട്ട് കനാലുകൾ. ചെറുപ്പത്തില് എനിക്ക് ഒരുപാട് അനുഭവമുണ്ട് അസുഖങ്ങളുടെ. ഇന്ന് എനിക്കിപ്പോ 32 പല്ലില്ല, 30 പല്ലേ ഉള്ളൂ. കാരണം 2 പല്ല് പറിച്ചു കളഞ്ഞു. ഈ 30 പല്ലുകളും നല്ലൊരു ശതമാനം ആരോഗ്യസമ്പന്നമാണ്. അപ്പൊ നമ്മളുടെ പല്ലിന് എന്തെങ്കിലും പറ്റിയാൽ ഒന്ന് മനസ്സിലാക്കുക, ബോഡിയിൽ ഇതൊരു ഫിസിക്കൽ ഞാനാണ്. ബോഡിയിൽ ഓരോ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പല്ലുവേദന, പല്ലിന് റൂട്ട് കനാൽ ചെയ്യല്, അത് ഇതൊക്കെ വന്നാൽ മനസ്സിലാക്കും. ഇനി ഇത് വരാനുണ്ടായ കാരണം എന്താണ്? കാഴ്ച. നമ്മൾ പഴയ കാലത്ത് ഭാരതത്തില് പല്ല് ക്ലീനാക്കാൻ ഉപയോഗിച്ചിരുന്ന മെത്തേഡുകൾ മുഴുവൻ പാശ്ചാത്യരിവിടെ വന്നിട്ട് അവരുടെ കാര്യങ്ങൾ അങ്ങോട്ട് നമ്മളെ ശീലമാക്കി. നല്ലൊരു ശതമാനട്ടാ. ബി കേസിൽ എല്ലാവരും കൊണ്ടുവന്നില്ല. നോൺ ബി കേസ് ആയാലും ശരി, പുറത്തുള്ളവരായാലും ശരി, പല്ലിന്റെ കാര്യം കട്ടപ്പോകെ ആക്കിയത് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ്. പഴയ മെത്തേഡുകൾ പലതും നമ്മൾ കാറ്റിൽ പറത്തി. പുതിയ അനവധി മെത്തേഡുകൾ എത്ര വർഷമായിട്ട് ദൂരദർശനൊക്കെ വന്ന കാലം തൊട്ടിട്ട് ക്ലോസപ്പ്, കോൾഗേറ്റ്,
ഉപയോഗിച്ച് അത് കേടുവരുത്തി. സത്യമാണ്, അനുഭവമാണ്. എൻ്റെ ഒക്കെ പല്ല് നല്ലൊരു ശതമാനം അങ്ങനെ പോയത്. പിന്നീട് ഞാൻ പതുക്കെ നമ്മുടെ ഉമിക്കരി, അതുപോലെ പൽപ്പൊടി, മാവിൻ്റെ ഇല, ബാക്കി കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പതുക്കെയാണ് എനിക്ക് എൻ്റെ പല്ലിൻ്റെ ഒരു ഭാഗം ഒന്ന് നിലനിർത്താൻ പറ്റി. കാരണം ഒരു പല്ലിന് ഓട്ടയായി കഴിഞ്ഞാൽ അത് അടുത്ത പല്ലിലേക്ക് ബാധിക്കും, പിന്നെ അടുത്ത പല്ലിലേക്ക് ബാധിക്കും. അങ്ങനെയാണ് ഇതിന്റെ പരിപാടി. അപ്പൊ അതുകൊണ്ട് വളരെ റിസ്ക് ഉള്ള പരിപാടിയായിരുന്നു. പക്ഷെ ഇതല്ല പ്രധാനം. ഈ ഒരു ക്ലീനിങ് മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം, ശരീരത്തിലേക്ക് കൊടുക്കുന്ന ഭക്ഷണം, അതിന്റെ ക്ലീനിങ്, അതിൽ എത്രത്തോളം ശുദ്ധമായ കണ്ടന്റ് ഉണ്ടോ, അതാണ് പല്ലിന്റെ എല്ലിന്റെ മെയിൻ ആധാരം. വീഴ്ചകളൊക്കെ അനവധി വീണിട്ടുണ്ടെങ്കിൽ ഇന്നേ വരെ എല്ല് പൊട്ടിയിട്ടില്ല. ഈ ബോഡിയിൽ വീഴ്ചകളൊക്കെ ഇഷ്ടംപോലെ വീണിട്ടുണ്ട്. മുട്ടുകാല് മുറിഞ്ഞിട്ടുണ്ട്, കൈ മുറിവായിട്ടുണ്ട്, പല പല മുറികളായിട്ടുണ്ട്. നല്ല വീഴ്ചകളൊക്കെ വീണിട്ടുണ്ട്. മേലെന്നും വീണിട്ടുണ്ട്, താഴത്തുനിന്നും വീണിട്ടുണ്ട്. ഞരമ്പ് പണിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ല് ഇതുവരെ പൊട്ടിയിട്ടില്ല. അപ്പൊ എന്താ, ഈ പല്ല് കഴിഞ്ഞാൽ അടുത്ത ഉറച്ച സാധനം, നമ്മുടെ ഏറ്റവും ഉറപ്പുള്ള 5 ഇരട്ടി, ഇരുമ്പിനേക്കാൾ 5 ഇരട്ടി ശക്തിയുള്ള സാധനമാണ് എല്ല്. എല്ല് ഇപ്പൊ ചെറിയ വീഴ്ചയിലും പൊട്ടും. ചെറിയ വീഴ്ചയായാലും, ഇപ്പൊ ചെറുപ്പമായാലും വലുപ്പമായാലും, അത് ചെറിയൊരു വീഴ്ച വീണാലൊക്കെ പൊട്ടും. വണ്ടിയിൽ നിന്ന് വീണാലോ ഒക്കെ നമ്മൾ വീണിട്ടുണ്ട് കേട്ടോ. വണ്ടിയിൽ നിന്ന് വീണിട്ടുണ്ട്, നല്ല ഓടിപ്പോണ വണ്ടിയിൽ നിന്ന് വീണിട്ടുണ്ട്, പല കാര്യങ്ങളും. പക്ഷെ എല്ല് ഇതുവരെ പൊട്ടിയിട്ടില്ല, പല്ലും ഇതുവരെ പൊട്ടിയിട്ടില്ല. പിന്നെ മുഖടിച്ച് വീണിട്ടില്ല, അത് വേറൊരു ശിവ. പക്ഷെ ഇത് ഒന്നുമില്ലാതെ തന്നെ ഇതിങ്ങനെ പതുക്കെ കേടുവരും. അതിനെ ക്ലിയർ ആവും. ഇത് ജ്ഞാനവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. കാരണം ഇത് നമ്മൾ എത്രത്തോളം ജ്ഞാനം ധാരണ ചെയ്യുന്നുവോ അതിനനുസരിച്ച് സേവനവും വീണ്ടും ധാരണയും വീണ്ടും സേവനവും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ സത്യയുഗത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഈ കുട്ടിക്കളി, സത്യത്തിലേക്ക് വേണ്ടിയിട്ടാണ്. ഇന്നതൊരു കളിയാണ്, വളരെ സിമ്പിൾ കളിയാണ്. എത്രയോ കൽപ്പങ്ങളായിട്ട് ചെയ്യാനുള്ളവർ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാന് ഈ ബ്രഹ്മകുമാരീസിന്റെ ശാഖകളിൽ നിന്നും പതുക്കെ വിട്ടു പോരുന്നുണ്ട്. എങ്കിലും അവിടുത്തെ സേവനങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എന്താന്ന് വെച്ചാല്, ഇച്ചിരി വിഷം ചേർത്തിട്ടുള്ള പച്ചക്കറി ഉണ്ടാക്കിയിട്ടാണെങ്കിലും അവര് വർഷങ്ങളായിട്ടുള്ള തപസ്, ആ വെള്ളയും വെള്ളിയിട്ടിട്ട് അവർ പോണുണ്ട് എന്നുള്ളത് പൊതുജനങ്ങൾ അറിയിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ബാക്കി കാര്യങ്ങളിൽ എന്തെങ്കിലും അവർ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം ആരോഗ്യം എന്ന സാധനം അതൊരു കലയാണ്. കണ്ണ് പോകുമ്പോൾ തിമിരത്തിന് ശസ്ത്രക്രിയ, പല്ലിന് റൂട്ട് കനാല്, മറ്റത് മറിച്ചത്, അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്, പിന്നെ അനവധി വലിയ വലിയ അസുഖങ്ങൾ പിന്നെ പറയണ്ടല്ലോ. അതൊക്കെ വരുന്ന സമയത്തായിരിക്കും ചില ചെറുപ്പം ആയിട്ടുള്ള ചില കന്യാസനും അതുപോലെ ബായിമാർക്കും ഇച്ചിരി വെളിപാട് ഉണ്ടായിട്ടെങ്കിലും മാറുമായിരിക്കാം. കാരണം ഇത് സംഭവം കലയാണ്, ബ്രഹ്മകുമാരീസിലെ കലയാണ്. പിന്നെ 14 കലയും 12 കലയും വേണ്ടവര് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമേ. കാരണം 2 കല വെട്ടിയാൽ മതി, ഒന്ന് ആരോഗ്യകല വേണ്ട. അവരെ സംബന്ധിച്ച് ഇപ്പൊ എങ്ങനെയാണോ നടക്കുന്നത് അതേപോലെ നടന്നോട്ടെ. 16 കലയിൽ ആരോഗ്യകല നല്ലൊരു കല വേറെ തന്നെ. അത് കണ്ണാടിയിട്ട് തിമിരത്തിന് ശസ്ത്രക്രിയയൊക്കെ ചെയ്ത് എല്ലും പല്ലും വേറിട്ട് നടക്കുന്ന കുമാരന്മാര് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാരും ഇല്ല,
അതിങ്ങനെ ഏറെക്കുറെ പോയി കണ്ടാൽ അവരുപയോഗിക്കുന്ന മെഡിസിൻസ് നോക്കിയാൽ മതി. മെഡിസിൻ ആരോഗ്യം താൽക്കാലികമായിട്ടൊക്കെ നിലനിർത്തി തരും. പക്ഷെ അവരടിച്ചിറക്കിയിട്ടുള്ള അതേ പുസ്തകത്തിൽ ആരോഗ്യകാലം ഒന്ന് വായിക്കുക. മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ആരോഗ്യകാലയല്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇന്ന് നല്ലൊരു ശതമാനം BKS എന്ന് സ്വയം പുകഴ്ത്തുന്ന വെള്ളയും വസ്ത്രമിട്ട് മറ്റുള്ളവര് ഒരു പുച്ഛത്തിലൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്ന വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പോലും വലിയ രീതിയിൽ ഗുളികകൾ കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ടോണിക്കുകളായിട്ടും ആയുർവേദത്തിലെ മരുന്നുകളായിട്ടും ഒക്കെ കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സത്യയുഗത്തില് 1:1:1 കൃഷ്ണന്റെ കൂടെയുള്ള ലക്ഷ്മി നാരായണന്റെ കൂടെയുള്ള 9 ലക്ഷം പേര് മരുന്ന് കഴിക്കുന്നില്ല. അവർക്ക് അതിന്റെ തൊട്ട് തലേ ദിവസം പോലും അതിന്റെ സംസ്കാരമില്ല. ഇനി അതിന്റെ തൊട്ട് തലേ ദിവസം നോക്കുകയാണെങ്കിൽ ആ സംസ്കാരമില്ല. അതായത് 1:1:1 ലക്ഷ്മി നാരായണന്റെ സത്യയുഗം ആരംഭിക്കുമ്പോൾ അതിന്റെ തലേ ദിവസം ഉണ്ട്. ആ 1:1:1 ലക്ഷ്മി നാരായണൻ ഭൂമിയിൽ നിന്ന് പെട്ടെന്ന് പൊട്ടിമുളച്ച് വന്നതല്ല. അതിന്റെ തലേ ദിവസം അവര് എന്തവസ്ഥയിലായിരുന്നു? അന്നാണ് അവർ ലക്ഷ്മി നാരായണനാണ് 1:1:1. അതിന്റെ തലേ ദിവസം അവർ ലക്ഷ്മി നാരായണനല്ല. പക്ഷെ അന്ന് 16 വയസ്സാണെങ്കിൽ അതിന്റെ തൊട്ട് തലേ ദിവസം 15 വയസ്സും 365 ദിവസം 364 ദിവസം പൂർത്തിയായിട്ട് ഇരിക്കുന്ന ഒരു സമയം. അപ്പൊ ആ 15 വർഷം അവർ മരുന്ന് കഴിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നത്. ലക്ഷ്മിയും നാരായണനും ഈ രാജ്യസഭയിലേക്ക് കയറുന്ന സമയത്ത് എത്ര വർഷം അവർ മരുന്ന് കഴിച്ചു എന്നറിയില്ല. പക്ഷെ അവർ മരുന്ന് കഴിക്കൽ നിർത്തിയിട്ടുണ്ട്. അവർക്ക് ആ സംസ്കാരം പിന്നെ ഇല്ല. അല്ലെങ്കിൽ ആ ജന്മത്തിൽ അവർ മരുന്ന് കഴിക്കുന്നേ ഇല്ല. അപ്പൊ അവരിൽ ആ കല ഉണ്ട്. ആ കല നമ്മൾ കൊണ്ടുവരുന്ന വേണം എന്നത് നിർബന്ധമില്ല. 9 ലക്ഷം പേർക്ക് അതിന് വേണ്ട കാര്യങ്ങൾ നിർബന്ധമായിട്ടും ബുദ്ധിയിൽ ക്ലിയർ ആവണം. ഇപ്പൊ ഇച്ചിരി മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിർത്തിക്കോ എന്ന് സ്വയം മനസ്സിലാക്കണം. അതിനു വേണ്ട എന്തൊക്കെ മെത്തേഡുകൾ നാളെയോ മറ്റന്നാളോ വലിയ അസുഖങ്ങൾ വന്നാലോ വരൂല, തൊടൂല. അതാണ് മനസ്സിലാക്കേണ്ടത്. പ്രകൃതിയുമായിട്ട് ഇണങ്ങി പ്രകൃതി നമ്മുടെ ദാസിയാവുമ്പോൾ പ്രകൃതിയുടെ മായക്ക് ഒരസുഖം കൊണ്ടുവരാൻ കഴിയൂല. പ്രകൃതിയെ ദാസിയാക്കണം. പ്രകൃതി പതി എന്നാണ് പറയാ. ബാബ പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ ദാസിയായിരുന്നു പ്രകൃതി. പക്ഷെ ഇന്ന് പ്രകൃതിയുടെ ദാസിയാണ് നമ്മൾ ഓരോരുത്തരും, ഞാനടങ്ങും. പക്ഷെ മരുന്ന് ഇപ്പൊ എനിക്കില്ല. എനിക്ക് കയ്യിനൊരു മുറിയായപ്പോ ഒരു വീഡിയോ ഇട്ടിരുന്നു, പണി പാളി പറഞ്ഞിട്ട്. ആ സാധനം ഇന്ന് പാട് മാത്രമാണ്. ഒരു മരുന്നും ഞാൻ കഴിച്ചില്ല. ഭക്ഷണം തന്നെയാണ് നമുക്ക് ഓരോന്ന് കൊണ്ടുവന്ന് തരുന്നത്. ഓരോരോ അസുഖങ്ങൾ നമ്മൾ റിസീവ് ചെയ്യണത് ഭക്ഷണമാണ്. ഇത് കഴിക്കുന്നതിനൊരു മെത്തേഡ് ഉണ്ട്. എത്ര തവണ വേണമെങ്കിലും കഴിച്ചോട്ടെ. സത്യയുഗത്തില് 1 നേരം 2 നേരം നല്ല ഭക്ഷണം കഴിക്കുന്നു. അവിടെ പല നേരങ്ങളിലായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവിടെ ഇഷ്ടംപോലെ സമയമുണ്ട്. ഇവിടെ 24 മണിക്കൂറുള്ളൂ. 24 മണിക്കൂറായതുകൊണ്ട് യോഗികൾ വേണമെങ്കിൽ 1 നേരം കഴിച്ചാലും മതി, 2 നേരം കഴിച്ചാലും മതി, 3 നേരം 4 നേരം 5 നേരം 6 നേരം എത്ര നേരം കഴിക്കുകയാണെങ്കിലും ഇതിനൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് അനുസരിച്ച് ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യകാലം വളരെ സിമ്പിളായിട്ട് ആരോഗ്യകാലം എന്ന് വെച്ചിട്ട് ഒന്ന് തുമ്മൂലെന്നോ ഒന്ന് പനിക്കൂലെന്നോ അല്ലെങ്കിൽ ഒരു മുറി ആവൂല എന്നോ അല്ല ഞാൻ ഇതിൽ പറയുന്നു. പക്ഷെ അതൊക്കെ വന്നാലും ഇതൊക്കെ ആയാലും ശരി, ഒരു മരുന്നും ഇല്ലാതെ ഒരു ഡോക്ടറെ അടുത്തും പോവാതെ എന്ന് ഞാൻ പറയുന്നില്ല. ഇതിനായിട്ട് കുറച്ച് ഡോക്ടർമാരുണ്ട്. ഒരു മരുന്നും കഴിക്കാതെ എങ്ങനെ നമ്മുടെ ശരീരത്തെ വഴക്കിയെടുക്കാം, അതിനായിട്ടുള്ള ഡോക്ടർമാരുണ്ട്.
അവർക്ക് അംഗീകാരം കൊടുത്ത് സർട്ടിഫൈഡ് ഒക്കെ ആണെങ്കിലും കേരളത്തിൽ അതിന് വലിയൊരു അംഗീകാരമില്ല. ഇന്ത്യയിൽ തന്നെ അതിന് വലിയൊരു പ്രചാരം കൊടുക്കണില്ല. പക്ഷെ അതുള്ളവരുണ്ട്, ഇന്ത്യയിൽ ഉള്ള സ്ഥലങ്ങളും ഉണ്ട്. നല്ല ഗംഭീരമായിട്ടുള്ള വലിയ വലിയ ഹോസ്പിറ്റലുകളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, മരുന്നൊന്നും കഴിക്കാതെ. അതേപോലെ ഔട്ട് ഓഫ് ഇന്ത്യ പല സ്ഥലങ്ങളിലും അതിന് ഭയങ്കര പ്രചാരം, പ്രത്യേകിച്ച് ജർമ്മനി, ജപ്പാന് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഫുഡാണ്. എന്ന് കഴിഞ്ഞാൽ അവിടെ അസുഖങ്ങളില്ലുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഫുള്ള് രീതികളാണ്. ആ രീതികളിലൂടെ മുന്നോട്ട് പോയാൽ ഇന്നലെ വരെ എത്ര മരുന്ന് കഴിച്ചു എന്നതല്ല, ഇന്നു മുതൽ അന്ത്യം വരെ മരുന്ന് കഴിക്കാതെ ജീവിച്ച് ശരീരം വിടുക തന്നെ ചെയ്യും എന്നത്. മരുന്ന് കഴിക്കാതെ എന്തായാലും മരണം എന്നത് മരുന്ന് കഴിച്ചാലും സംഭവിക്കും, മരുന്ന് കഴിച്ചില്ലെങ്കിലും സംഭവിക്കും. ട്രിപ്പ് ഇട്ടിട്ടും സംഭവിക്കും, ട്രിപ്പ് ഇടാതെയും സംഭവിക്കും. അപ്പൊ അത് ഇല്ലാതെ അത് ഞാൻ ചെയ്യും എന്ന് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ മാറ്റം വരുത്താൻ ആർക്കും കഴിയില്ല. അങ്ങനെയുള്ള ബുദ്ധി നമ്മൾ കൊണ്ടുവരണം. ഞാനും ചെറിയ കാര്യമാണെന്ന് വളരെ സിമ്പിളായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് തോന്നും. പിന്നെ ഞാൻ പറഞ്ഞൊരു വേറൊരു കാര്യമാണ് ഗ്രഹപ്പിഴ. വാസ്തുവുമായിട്ട് കണക്ട് ചെയ്യാം. എന്നാൽ വാസ്തു വേറെയാണ്, ഗ്രഹപ്പിഴ വേറെയാണ്. നക്ഷത്രങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു, നക്ഷത്രങ്ങളുമായിട്ട് കണക്ട് ചെയ്യാം. ഭൂമിയെ പറ്റി പറഞ്ഞു, ചന്ദ്രനെ പറ്റി പറഞ്ഞു. ഇതൊക്കെ അവിടെ ഉള്ളതാണ്. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ഇവിടുത്തെ 5 തത്വങ്ങളെ ബേസ് ചെയ്ത് ഞാൻ ആത്മാവ് 5 തത്വങ്ങൾക്ക് ഉപരി എങ്ങനെ ബാബയുടെ ഈ ഡ്രാമ ശരിയായ രീതിയിൽ മനസ്സിലാക്കി പാസ്സാവുന്നു എന്നത് ഓരോരുത്തരും അവരവരുടെ രീതിയിൽ ആയി കാണിച്ചു കൊടുക്കുക തന്നെ വേണം. അപ്പൊ ഞാനും പാസ്സാണ്. അതിനിപ്പോ ഞാൻ എന്തൊക്കെ കർമ്മം ചെയ്താലും ശരി, ഏതൊക്കെ രീതിയിൽ ചെയ്താലും ശരി, പാസ്സാണ്. കാരണം എന്താ, 63 ജന്മം ഭക്തി ചെയ്തതിന്റെ അനന്തര ഫലമായിട്ട് എനിക്കിത് കിട്ടിക്കഴിഞ്ഞു. ഇനി പാസ് വിത്ത് ഓണർ ആവുമോ എന്നുള്ളത് നമ്മൾ നോക്കണ്ട, പക്ഷെ പാസ്സാണ്. അതിപ്പോ ബാബയുടെ കുട്ടികള് നിരവധി മരുന്ന് കഴിക്കുന്നവരായാലും, കണ്ണു പോയവരായാലും, കാത് പോയവരായാലും, ക്യാൻസർ വന്നവരായാലും, നാളെ എനിക്ക് വന്നൂടായൊന്നുമില്ല കേട്ടാ, വന്നാലും നമ്മുടെ സംസ്കാരത്തിനെയാണ് മാറ്റുന്നത്. മനസ്സും ബുദ്ധി ഉപയോഗിച്ചിട്ട് സംസ്കാരത്തിനെയാണ് മാറ്റുന്നത്. എവിടത്തേക്കുള്ള സംസ്കാരം? സത്യയുഗത്തിലേക്കുള്ള സംസ്കാരം, ത്രേതായുഗത്തിലേക്കുള്ള സംസ്കാരം. 2 സംസ്കാരമുണ്ട് അവിടെ. സത്യയുഗി സംസ്കാരവും ആ രീതിയിലുള്ള കർമ്മങ്ങളും ചെയ്യും. ത്രേതായുഗത്തിൽ 1 തുടങ്ങി ത്രേതായുഗത്തിൽ അന്ത്യത്തിൽ വരുന്നവർ വരെ ബ്രഹ്മകുമാരീസിലൂടെ തന്നെയാണ് ജന്മെടുക്കുന്നത്. ബ്രഹ്മകുമാരീസിലൂടെ, BBKയിലൂടെ, ഏതിലൂടെ വേണമെങ്കിലും ജന്മെടുക്കട്ടെ. ഷോ ചെയ്യുന്നവരുണ്ടാവും, ഷോ ചെയ്യാത്തവരുണ്ടാവും. ബട്ട് എല്ലാം കടന്നു വരുന്നത് ഈ ബാബയുടെ ജ്ഞാനത്തിന്റെ ആധാരത്തിലാണ്. ഇനി ഇതൊന്നും ഒരു ബ്രഹ്മകുമാരീസിലും പോവാതെ ഓൺലൈനിൽ നിന്ന് ക്ലാസ് കേട്ട് ഞാൻ എല്ലാമായി തീർന്നിട്ടുണ്ട് എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. കാരണം അവർക്കൊക്കെ വൈബ്രേഷൻസ് ലഭിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയതും നേരിട്ടും അല്ലാതെയും മനസ്സിലാക്കിയതിൽ നല്ലൊരു ശതമാനം BKs ഓൺലൈൻ വഴി ജന്മെടുത്തവരുണ്ട്. വൈബ്രേഷൻസ് ലഭിക്കുന്നുണ്ട്, ലഭിക്കുക തന്നെ ചെയ്യുകയും ചെയ്യും. കാരണം ബാബ ഏഴകളുടെ തോഴൻ തന്നെയാണ്. ഏഴകളുടെ തോഴൻ, അതായത് ദരിദ്രരുടെ നാഥൻ, ബോലാനാഥൻ, ബബൂൽ നാഥൻ ഒക്കെയാണ് ബാബ. അതുകൊണ്ട് എല്ലാവർക്കും വൈബ്രേഷൻ തരും. ആത്മാവിൽ തന്നെ നിരവധി വൈബ്രേഷൻസ് ഉണ്ട്. ആത്മചിന്തനത്തിൽ വെറുതെ ഇരിക്കുക, ബാബയുടെ അടുത്തേക്ക് ഓർമ്മയെ പോയില്ല എന്ന് വെക്കുക, തന്നാലും വൈബ്രേഷൻ കിട്ടും. അത്
സത്യയുഗത്തിൽ ആദിയിലുള്ളവർക്ക് ചിലപ്പോ കുറച്ച് കുറവായിരിക്കും. ത്രേതായുഗത്തിൽ അന്ത്യത്തിലുള്ളവർ കുറച്ച് കൂടുതൽ കിട്ടും ചിലപ്പോൾ ഈ സമയം. നല്ല വൈബ്രേഷൻ കിട്ടും. കാരണം എന്താന്ന് വെച്ചാൽ ഈ ത്രേതായുഗത്തിൽ അന്ത്യത്തിൽ വരുന്നവര് 21 ജന്മം പ്രാരബ്ധം അനുഭവിക്കണം. ത്രേതായുഗത്തിൽ 1 മുതൽ ദ്വാപരയുഗത്തിലും 21 ജന്മം തന്നെ ശരിക്കും പ്രാരബ്ധം അനുഭവിച്ചാലും ചിലര് ഈ മൂല്യത്തെ കളയൂല. ചിലരിട്ട് ബാക്കി എല്ലാ വികാരങ്ങളിലേക്കൊക്കെ പോവെങ്കിലും ആ മൂല്യമുണ്ട്, അതിൽ ചില ഗുണങ്ങളും അത് കളയൂല. ഈ സത്യത്തിൽ ആദ്യം വരുന്നവരുണ്ട്, അവരിതെല്ലാം കൊണ്ടേ കളയും. കാരണം ത്രേതായുഗത്തിൽ അന്ത്യത്തിലെത്തുമ്പോ തന്നെ അവരുടെ അവസ്ഥ ഏത് പാർട്ടാണെന്ന് പറയാൻ പറ്റില്ല. ഉത്തമത്തിലാണോ മധ്യമത്തിലാണോ കനിഷ്ഠത്തിലാണോ എന്ന് പറയാൻ പറ്റില്ല. ഒക്കെ സംഗമയുഗത്തിലെ ഷൂട്ടിംഗ് പീരീഡിനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നീട് ദ്വാപര കലിയുഗത്തിൽ അവരെന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. കാരണം സമ്പത്തുണ്ടാവും. ഈ ത്രേതായുഗത്തിൽ അവസാനം വരുന്നവന്റെ അടുത്തുള്ളതിനേക്കാളും സമ്പത്ത് ദ്വാപരയുഗം 1 സത്യയുഗത്തിൽ ആദ്യം വരുന്നവന്റെ അടുത്തുണ്ടാവും. ത്രേതായുഗത്തിൽ അവസാനത്തിലുള്ളവൻ ചിലപ്പോൾ അന്ന് രാജാവാണെങ്കിലും അല്ലെങ്കിൽ ദ്വാപരയുഗത്തിൽ പുതിയ രാജാവാണെങ്കിലും അവനേക്കാളും കൂടുതൽ സമ്പത്ത് ഈ സത്യത്തിന് ആദിയിൽ വന്ന് സമ്പന്നനായി വന്നുകൊണ്ടേയിരുന്ന ആ 16 കലാസമ്പന്നര് ഇവിടെ 12 കലാസമ്പന്നരാകുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ ഭയങ്കര സമ്പത്ത്, നിറയെ സമ്പത്തുണ്ടായിരുന്നു. ആ സമ്പത്ത് പിന്നീട് ദ്വാപരയുഗത്തിൽ ഇതിങ്ങനെ കളഞ്ഞു പോരലാണുള്ള പണി. അല്ലാതെ പിന്നെ അവിടെ സമ്പാദിക്കലില്ലല്ലോ. അവിടെ നമ്മളതിങ്ങനെ നമ്മളെന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്രയും മൂല്യത്തിലുള്ള അത്രയും സമ്പന്നര് അവരങ്ങനെ പതുക്കെ, അത് പലരും പല രീതിയിൽ പല കാറ്റഗറിയിലുള്ളവർ. 108-ലുള്ളവർ ഒരു രീതിയിലാണെങ്കിൽ 16-18-ലുള്ളവർ വേറെ രീതിയിൽ, 9 ലക്ഷത്തിലുള്ളവർ വേറെ രീതിയിൽ. അവരവരുടേതായ ഒരു കൊട്ടാരത്തിൽ അല്ലെങ്കിൽ അവരുടെ സുഖ സൗകര്യങ്ങൾ ഉപയോഗിച്ച് അവരെങ്ങനെയാണോ കർമ്മം ചെയ്യുന്നത്. ഡ്രാമ അനുസരണ മനസ്സിലാവുള്ളൂ. ഓരോരുത്തർക്കും ഓരോ ബുദ്ധിയുണ്ട്. അവരവരുടെ ജന്മങ്ങൾ, അവരവരുടെ 84 ജന്മങ്ങൾ അവരവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അവരുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആളുകൾ അതിന്റെ കണക്ഷൻ അവർക്ക് കിട്ടുകയും ചെയ്യും. സംശയങ്ങൾ വരും, ചോദിക്കാം. ഒരു എന്തെങ്കിലും ഒരു സംശയം വന്ന് നേരെ BKSലുള്ള ഏതെങ്കിലും യോഗിമാരോടും യോഗിനിമാരോടും ചോദിച്ചു മനസ്സിലാക്കി അപ്പോഴും അവനവന്റെ ബുദ്ധി ക്ലിയർ ആയോന്നാ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നിരവധി സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് ഉത്തരം തരാൻ ഒരൊറ്റ ആൾക്കേ കഴിയും. അനുഭവത്തിന് മാത്രമേ എനിക്ക് ഉത്തരം തരാൻ കഴിയും. അതിന്റെ ആധാരത്തിൽ തന്നെയാണ് ഇപ്പൊ ഞാൻ ഈ പുറത്തിറങ്ങിയിട്ടുണ്ട്. BKSലായാലും PBKSലായാലും ഏതിന്റെ കൂടെ ഞാൻ സപ്പോർട്ടാണ്. എല്ലാത്തിൻ്റെ കൂടെ ഞാൻ സപ്പോർട്ട്. പക്ഷെ ജ്ഞാനം വിട്ടൊരു കളിക്ക് അന്നും ഇന്നും എന്നെ കിട്ടും. ബാക്കി എല്ലാ കാര്യത്തിനും ഞാൻ ഓക്കെ. ധാർമ്മികത കുറെയൊക്കെ ഞാനും വിട്ട് കളിച്ചിട്ടുണ്ട്. കാരണം എന്താ, അത് സത്യം പറഞ്ഞ എൻ്റെ ഉള്ളിലുള്ള മായ പ്രഭാവം. പക്ഷെ ജ്ഞാനം, ഞാൻ പറഞ്ഞില്ല തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യന്മാരില്ല. ഞാൻ അനവധി തെറ്റുകൾ ചെയ്തു. ആ തെറ്റുകൾ ഞാൻ ചെയ്യുമ്പോഴും എൻ്റെ ചിന്ത എത്രയുള്ളൂ, അല്പം ഞാൻ ചെയ്യുന്ന തെറ്റുകളാണ്. അതിന്റെ ശിക്ഷ എനിക്ക് കറക്റ്റായിട്ട് കിട്ടാറുണ്ട്. ആ ശിക്ഷ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് അനുഭവം കിട്ടിയിട്ടാണ് അടുത്ത സ്റ്റെപ്പ് കയറുക. അതാണ് എൻ്റെ പണി. ഇതുവരെ ഞാൻ ചെയ്തു വെച്ച അനവധി തെറ്റുകൾ ഇനിയും അതിന്റെ ശിക്ഷകളൊക്കെ കിട്ടി. അതിങ്ങനെ അടുത്തൊരു പടി കയറുമ്പോ പിന്നെ അതിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയിക്കോളും. കാരണം എന്താണെന്ന് വെച്ചാൽ അനുഭവം ഗുരു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഗുരു വേറെ ഇല്ല എന്ന് കരുതി
ഒതളങ്ങ കഴിച്ചിട്ട് മരിക്കുമോന്ന് അറിയാൻ വേണ്ടിയിട്ട് കഴിച്ചു നോക്കേണ്ട ആവശ്യമില്ല. ചില ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ചില കർമ്മങ്ങൾ നമ്മൾ ചെയ്യൂലല്ലോ, അത്രയും ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഞാൻ എന്റെ ബാബയുടെ അടുത്തേക്ക് പോവാണോ എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. ലെറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ബാബയുടെ അടുത്തേക്ക് പോവുകയാണ്. ആത്മഹത്യ ചെയ്ത ആത്മാവിന്റെ അവസ്ഥ, ആത്മഹത്യയല്ല ശരീരഹത്യ ചെയ്ത ആത്മാവിന്റെ അവസ്ഥ, അന്നത്തെ ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പോയി ജന്മെടുത്ത് കർമ്മക്കണക്ക്. പിന്നെ ഡ്രാമയാണ് അതൊക്കെ തന്നെ, അവരവരുടെ ഓരോ ബുദ്ധിക്കുറവുകൾ. ഇതേപോലെ തന്നെയാണ് അസുഖങ്ങൾ. ഞാൻ എന്റെ ബാബയുടെ അടുത്തേക്ക് പോവാണോ എന്നും പറഞ്ഞ് ഈ മരുന്ന് മുഴുവൻ കഴിച്ചാല് ബാബ നേരെ സത്യയുഗത്തിലേക്ക് മാർക്കിട്ട് കൊടുക്കൂല. അത് മനസ്സിലാക്കിയാണ്. മാർക്കിട്ട് കൊടുക്കൂല. കാരണം ബാബയ്ക്ക് ആവശ്യം 9 ലക്ഷം 16,108 108 പിന്നെ 8 8 1 9 നവരത്നങ്ങൾ. ബാബയ്ക്ക് ആവശ്യം ഈ 8, മെയിൻ 8. ഈ 8 എന്നാണ് ബാക്കി എല്ലാ പരിപാടികളും വരുന്നത്. ഈ 8-ലുള്ളവരെന്ത് ചെയ്യും? 108-ലുള്ളവരെന്ത് ചെയ്യും? 16,108-ലുള്ളവരെന്ത് ചെയ്യും? 9 ലക്ഷത്തിലുള്ളവരെന്ത് ചെയ്യും? ഇതുവഴി നമുക്ക് ഇങ്ങനെ കണ്ട് 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 മനസ്സിലാക്കാം. അതിനാരാണ്, ഏതാണ്, എന്താണ് അവനവൻ എന്നുള്ളത് സ്വയം ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. സ്വയം ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. സ്വയത്തെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. ഞാൻ എന്തിൽ വരണം എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എവിടെ വേണമെങ്കിലും എത്താം. 9 ലക്ഷത്തിലും വരാം, 33 കോടി അവസാനത്തിനും വരാം. പക്ഷെ ഞാൻ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? ഞാൻ ചെയ്യണം. അതിന് എനിക്കൊരു ഗ്യാങ് വരണം. കുറേ ഗ്യാങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറച്ച് പേര്. ഇതില് വ്യൂവേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ട്, വ്യൂവേഴ്സ് അല്ലാത്തവരുണ്ട്, നാളെ വ്യൂവേഴ്സ് ആയേക്കാൻ സാധ്യതയുള്ളവരുണ്ട്. പക്ഷെ ഇവൻ പറയുന്ന കാര്യങ്ങൾ എന്തോ ഏതോ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ടച്ച് ആയിട്ടുള്ള ചില വീക്കേഴ്സ്. നാളെ മറ്റന്നാള് ബാബ പറഞ്ഞ കുറെ കാര്യങ്ങൾ ബാബ പറഞ്ഞു വർഷത്തരായിട്ട് എവിടെ വിനാശം, ഇവിടെ വിപുലീകരിച്ചുകൊണ്ടേയിരിക്കുന്നു, വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു, ലോകം വലുതായിക്കൊണ്ടേയിരിക്കുന്നു. വിനാശം വരുമ്പോഴല്ലേ അപ്പച്ചി നടക്കൂല. വിനാശം വരുന്ന സമയത്ത് ഒന്നും നടക്കില്ല. അനുഭവത്തിന്റെ ആധാരത്തിൽ ഞാനും ഇങ്ങനെ തന്നെ പറഞ്ഞു. വിനാശം എപ്പോഴാ വരാ ബാബ? വിനാശം വരുന്ന സമയമല്ലേ, അപ്പോഴേക്കും ഞാനും ആയിക്കോളാം. നടക്കൂല. ബി പ്രിപ്പയർ ആയേ തീരൂ. മുന്നേ പ്രിപ്പയർ ആയേ തീരൂ. വിനാശം വരുന്ന സമയത്ത് ബന്ധനമുക്താവാനും കഴിയില്ല, ആരോഗ്യകല ഉണ്ടാക്കാനും പറ്റൂല, സർവരെ മിത്രമാക്കാനുള്ള കല ഉണ്ടാക്കാനും പറ്റൂല, നേതൃത്വകല, ഭരണകല ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. വിനാശം ഏത് വഴിക്കാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ വരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് വന്നിട്ടുണ്ട് വിനാശം. എന്റെ ജീവിതത്തിനെ തന്നെ വിനാശാക്കിക്കൊണ്ടല്ലേ ഇപ്പൊ എന്റെ ഈ ഡ്രാമയിലെ പാർട്ടിയെ വന്നുള്ളത്. തീർന്നില്ലേ? എന്റെ പാർട്ട് തീർന്നില്ലേ? ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്കുള്ള എന്റെ നല്ലൊരു പാർട്ട് തീർന്നില്ലേ? ഈ ഒരു ജന്മത്തിലെ തീർന്നില്ലേ? അപ്പൊ അത് വിനാശമായി. അതുപോലെ ഓരോരുത്തർക്കും ഓരോരോ വിനാശങ്ങൾ വരും. ചെറിയ ചെറിയ വിനാശങ്ങൾ അവനവന്റെ ജീവിതത്തിൽ വരുമ്പോ ശ്രദ്ധിച്ചാൽ മതി. ഇത് എന്നെ ഉയർത്തുന്നതിന് വേണ്ടി. കാരണം അതിലൂടെയാണ് നമ്മൾ വരിക. അല്ലാതെ ഇപ്പൊ ഒരു പാർട്ട് വരാതെ എങ്ങനെ പാസ്സാവും? ഒരു പരീക്ഷ വരാതെ എങ്ങനെ പാസ്സാവും? അപ്പൊ വലിയ പരീക്ഷകൾ വരികയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ. എനിക്ക് എന്തോ വലിയ പാർട്ട് വരുന്നുണ്ട്. പരീക്ഷകൾ വരും. പരീക്ഷകൾ നിരന്തരം വരും. ചെറിയ പരീക്ഷ വരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാൻ മതി. എനിക്ക് ചെറിയ പാർട്ടേ ഉള്ളൂ. കുറേ കാര്യങ്ങൾ ഇതില് മിക്സ് ആക്കിയിട്ട് ജീവിക്കേണ്ടതുണ്ട്. അഷ്ടശക്തികൾ, 16 കലകള്, 36 ദിവ്യ ഗുണങ്ങൾ. ഇത് ജ്ഞാനത്തെ ബേസ് ചെയ്തിട്ട് അത് മിക്സ് ആക്കി ജീവിക്കും.
അതായത് അതാത് സമയത്ത് വേണ്ട അസ്ത്രശസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന പരിപാടി, പരിച, പടച്ചട്ട എന്നിവ ഉപയോഗിക്കുന്ന പരിപാടി സ്വയത്തിൽ എങ്ങനെ ചെയ്യാൻ കഴിയും, അതിന്റെ ആധാരത്തിലാണ് ഡ്രാമയിൽ ഓരോരുത്തരുടെ പാർട്ട്, ഓരോരുത്തരുടെ ദിവ്യബുദ്ധി പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പാർട്ട് അതിനനുസരിച്ച് എന്തുണ്ടാവും, കൂടിക്കൊണ്ടേയിരിക്കും. പരീക്ഷ വരും, എല്ലാവർക്കും പരീക്ഷ വരും. 8ന്റെ പരീക്ഷ തന്നെ വരും. ട്രിപ്പിൾ ഓം ശാന്തി.